ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് എന്താണ് പറഞ്ഞത്? ജഗന്നാഥന്റെ കഥയെ പറ്റിയായിരുന്നു പറഞ്ഞത് അല്ലെ? ജഗന്നാഥന്റെ രഥോത്സവത്തിനെ പറ്റിയായിരുന്നു പറഞ്ഞത്. അന്നേരം കുറെ ആളുകൾക്ക് ജഗന്നാഥൻ കേരളക്കാർക്ക് ജഗന്നാഥൻ ആരാണെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ്. അന്നേരം ഈ ജഗന്നാഥന്റെ കഥയൊന്ന് പറഞ്ഞുതരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല കഥകളുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ആചാര്യന്മാരിൽ നിന്ന് കേട്ടിരിക്കുന്ന ഒരു കഥയാണിത്. അത് ഞാൻ പറയാം. വലിയ ആധികാരികമായിട്ടൊക്കെ ആണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ തന്നെ സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് പറഞ്ഞുതരാം. എൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഇസ്കോൺകാരുടെ ജീവിതശൈലി തന്നെ എങ്ങനെയാ? സിമ്പിൾ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഒരു ഇസ്കോൺകാരി ആവാനുള്ള ആഗ്രഹം എന്നിലുണ്ട്. അതുകൊണ്ട് ഞാൻ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ. ജഗന്നാഥ്, ബലദേവ് ആൻഡ് സുഭദ്രമയ്യ. ബലദേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗന്നാഥന്റെ മൂത്ത സഹോദരന്, കൃഷ്ണന്റെ മൂത്ത സഹോദരൻ. അതേപോലെ സുഭദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു സിസ്റ്ററാണ് സുഭദ്ര. അവരുടെ 3 പേരുടെയും ഡീറ്റീസ് ആണ് ജഗന്നാഥ് പുരി. ഒറീസയിൽ ഒരു സ്ഥലമുണ്ട്, പുരി എന്ന് പറയുന്ന സ്ഥലം. ആ പുരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അമ്പലം ഉള്ളത്. ഈ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗന്നാഥന്റെ പേരിൽ അവിടെ അറിയുന്നത് പോലും എന്നുള്ളതാണ് ജഗന്നാഥ് പുരി എന്ന് പറയുന്നത്. അവിടുത്തെ രഥോത്സവത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകത്തെമ്പാടുമുള്ള ആൾക്കാർ വരുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണെന്നുള്ളതാണ്. നമുക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്കും അവിടെ വീടാണ്, തിരക്കാണ്. പക്ഷെ എന്നാൽ തന്നെ ഉണ്ടല്ലോ, ആ തിരക്കിലായി കഴിഞ്ഞ് കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും ജഗന്നാഥന്റെ ഒരു ദർശനം കിട്ടാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് തെക്കും തിരക്കും ഒന്നും അവിടെ ഒരു പ്രാധാന്യമേ ഇല്ല. എല്ലാ ലോകത്തു നിന്നുള്ള ആൾക്കാർ ആ രഥോത്സവത്തിന് വരും എന്നുള്ളതാ. ജഗന്നാഥന്റെ ഒരു കഥ പറഞ്ഞുതരാം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ബാല്യകാല ലീലകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോകുല ലീലകളും വൃന്ദാവന ലീലകളും ദ്വാരകയിലെ ലീലകളും മധുരയിലെ ലീലകളും എല്ലാം കണ്ട ഒരേ ഒരാളേ ഉള്ളൂ. ആരാണത്? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ആരാണെന്ന് പറയാൻ പറ്റുമോ? ഭഗവാന്റെ എല്ലാ ലീലകളും കണ്ട ഒരാളേ ഉള്ളൂ. ആരാത്? ഉത്തരയാണോ മാതാജി? രാധാറാണി. രോഹിണി മധുരയിലൊന്നും ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു രാധാഭാവത്തിലുണ്ടല്ലേ? കലിയുഗത്തില് ഗുപ്താവതാരത്തിൽ വന്ന ഒരു അവതാര പുരുഷനാണ് ചൈതന്യ മഹാപ്രഭു. യശോദമാത എന്ന് പറഞ്ഞ വൃന്ദാവന ലീലകളിൽ മാത്രമേ ഉള്ളൂ. രോഹിണി മാതാജിയാണ്. രോഹിണി. കറക്റ്റ്, രോഹിണി. എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഗോകുലത്തിലും ഉണ്ടായിരുന്നു, വൃന്ദാവനത്തിലും ഉണ്ടായിരുന്നു, മധുരയിലും ഉണ്ട്, ദ്വാരകയിലും ഉണ്ട് അല്ലെ? വസുദേവരുടെ ഒരു അഗ്നിപത്നിയായിട്ടുള്ള രോഹിണിയാണ് ബലരാമസ്വാമിയുടെ അമ്മയാണത്. ആ രോഹിണി ദേവി ഭഗവാന്റെ എല്ലാ ലീലകളും കണ്ട ഒരേ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹിണി ദേവിയാണ്. അങ്ങനെ ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദ്വാരകയിൽ പോയി ദ്വാരകാധീശനായിട്ട് വരുന്ന സമയത്ത് ഇവരെല്ലാവരും ഒരു പൗർണമി, ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസിനൊക്കെ എന്ന് പറയുകയും പൂർണ്ണമാസി എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഭയങ്കര പ്രാധാന്യമാണെന്നുള്ളതാണ്. അങ്ങനെ എല്ലാ ആൾക്കാരും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സമന്ത പഞ്ചകത്തിൽ വന്നിട്ട് കുളിക്കും. നമ്മൾ അതിശയപ്പെട്ടു പോകുന്നുള്ളതാണ്. ഹരിദ്വാറിലൊക്കെ ഗംഗയിലൊക്കെ കുളിക്കാൻ വരുന്ന 90-95 വയസ്സുള്ള അമ്മമാരെ പിടിച്ചോണ്ട് വരുന്നത് നമ്മൾ കാണണം എന്നുള്ളത്. ഇവിടൊക്കെ ഒരു 80 വയസ്സാകുമ്പോഴത്തേക്ക് ഈ തള്ള എങ്ങനെയും ഒന്ന് ചത്തു കിട്ടിയാൽ മതി എന്ന മക്കളുടെ വിചാരം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അവരെയൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യം അതൊക്കെ. എന്തൊരു ബഹുമാനമാണെന്നറിയാം നോർത്ത് ഇന്ത്യൻസിന്. തൻ്റെ അമ്മയായി കഴിഞ്ഞാലും അച്ഛനായി കഴിഞ്ഞു കഴിഞ്ഞാലും അവര് മരിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് വേണ്ടുന്നത് പോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം അവരുടെ അടക്കങ്ങളും സകല കാര്യങ്ങളും എന്നുള്ളത് നമുക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ ഒരു അധികപ്പറ്റായിട്ട് നമുക്ക് തോന്നുന്നതാണ്. 100% അങ്ങനെ കുറേ ഇതുണ്ടെന്നുള്ളത്. എന്ത് പറഞ്ഞു, വീട്ടിൽ നിന്ന് വിളിക്കോട്ടി വരെ ഇറക്കത്തില്ല പിന്നെ. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള യമുനെ ഞാൻ പണ്ടാണെന്നുണ്ടെങ്കിൽ കുംഭമേളയുടെ സമയത്ത് നോക്കുപോലും നമ്മൾ ഈ പ്രയാഗിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പേടിക്കുന്നു, എന്തോരാളുകളാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ സമയത്ത് കൊണ്ടല്ലേ ഈ നോർത്ത് ഇന്ത്യൻസ് 95% ആളുകൾ കുംഭമേളയിൽ പോയി കുളിച്ചെന്നുള്ളതാണ്. ഒരു കുഞ്ഞു 2 മാസമായ ഒരു കൊച്ചിനെ ഞാൻ എന്നിട്ട് ഫോട്ടോയും എടുത്തെന്നുള്ള ആ കൊച്ചിന്റെ. പിന്നെ അതേപോലെ 90-95 വയസ്സുള്ള അമ്മമാരെ കൊണ്ടുവന്ന് അവിടെ അവരെ സ്നാനം ചെയ്യിപ്പിക്കുന്നു.
നമ്മൾ കുറേ ഉണ്ടല്ലോ ആധ്യാത്മികമായിട്ട് മുന്നോട്ട് വന്നാൽ മാത്രമേ നമ്മുടെ ചിന്താഗതികൾക്ക് ഒരു മാറ്റം വരൂ എന്നുള്ളതാണ്. നമ്മുടെ ചിന്താഗതികൾ എങ്ങനെയാ? ഒരു പ്രായമായി കഴിഞ്ഞാൽ ആർക്കും വേണ്ട, അവർ മൂലയിൽ ഇരുന്നോണം. നമ്മൾ പണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്, 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടുകാവൽക്കാര് നായ്ക്കളുടെ കൂട്ട് കാവലിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 80 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണും കേൾക്കത്തില്ല, കാതും കേൾക്കില്ല, ഒന്നുമില്ല. അതുകൊണ്ട് എന്താ, അമ്മേന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് പോയിട്ട് വരുന്നു. മൂങ്ങയുടെ ആയുസ് അങ്ങനെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മള് ആ ഒരു സിസ്റ്റം നമ്മൾ മാറ്റണം. പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാലും അവരോട് സംസാരിക്കാനായി കഴിഞ്ഞാലും അവരെ അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോകാനായി കഴിഞ്ഞാലും സത്സംഗങ്ങളിലൊക്കെ കൊണ്ടുപോകാനായി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളൊക്കെ എവിടൊക്കെ പോകുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ആഗ്രഹങ്ങളില്ലേ? അങ്ങനെ എൻ്റെ മക്കളുടെ കൂടെ അല്ലെങ്കിൽ എൻ്റെ കൊച്ചുമക്കളുടെ കൂടെ പോകാനൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും അങ്ങനെയൊക്കെ അവർക്കും ആഗ്രഹങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ വയസ്സായതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നെ വയസ്സായെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എല്ലായിടത്തും എന്നെ ഞാൻ പോവാത്ത പാടേ ഉള്ളൂ. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്, വേറെ ഓരോരുത്തരുടെ കാര്യങ്ങളിലാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് അവരെ എല്ലായിടവും നിങ്ങൾ കൊണ്ടുപോകണം, തീർത്ഥാടനങ്ങളിലൊക്കെ കൊണ്ടുപോകണം, തീർത്ഥങ്ങളിലൊക്കെ സ്നാനം ചെയ്യിപ്പിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അന്നേരം ധാരകാധീശനായിട്ടുള്ള ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ധാരകയില് 16,008 ഭാര്യ, 16,108 എന്ന് പറയുന്നത് 16,008 പറയുന്നുണ്ട്. എന്നിട്ട് ഭാര്യമാരും പിന്നെ അമ്മ എല്ലാ ആൾക്കാരും എവിടെ വരുന്നു? സുമന്ത പഞ്ചകത്തിലാണെന്നുണ്ടെങ്കിൽ കുളിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. എന്നിട്ട് അമാവാസി ദിവസത്തിലാണ് അവിടെ ഭയങ്കര പ്രാധാന്യം, അവർക്ക് അമാവാസി ദിവസത്തിലൊക്കെ ഇതില് പുണ്യനദികളിലൊക്കെ കുളിക്കുന്നതും ഒക്കെ. അതിന് ആ സമയത്ത് തന്നെ വൃന്ദാവനവാസികൾ വരുന്നുണ്ട്. വൃന്ദാവനത്തിൽ നിന്നിട്ട് അതുവരെ ഭഗവാനെ കണ്ടിട്ടില്ല ഗോപികുമാരും ഗോപന്മാരും ഒന്നും. വൃന്ദാവനത്തിൽ നിന്ന് ഒരു തവണ പോയിട്ട് വന്നിട്ടുള്ള കഥകളും ഉണ്ട് കേട്ടോ, ഒരുപാട് കഥകൾ അങ്ങനെ വന്ന കഥകളും പറയുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം പിന്നെ ഭഗവാൻ വന്നിട്ടേ ഇല്ലെന്നുള്ളത്. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണ് ഈ സമന്തപഞ്ചകം. അവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് വരുന്നു എല്ലാവരും. ഭയങ്കര സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും, വളരെ പാണ്ഡവന്മാര്, കൗരം, അങ്ങനെ കസ്തനപുരത്തിലെ എല്ലാവരും, അങ്ങനെ എല്ലാവരും അവിടെയാണ് ഒരുമിക്കുന്നത് അവര്. ഇപ്പൊ നമ്മളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോയി കഴിയുമ്പോഴാണല്ലോ നമ്മ വെളിയിലൊക്കെ ഉള്ള ആൾക്കാർ കാണുന്നതും ഒക്കെ. അങ്ങനെയൊക്കെയുള്ള എന്നാ വന്നേ തൊഴുന്നതിലും കൂടുതലുണ്ടല്ലോ ഇവരുടെയൊക്കെ കുശലം ചോദിപ്പാണ് കൂടുതൽ നമുക്ക് ഇത് വരുന്നതെന്നുള്ളതാണ്. അതും വേണം, വേണ്ടാന്ന് പറയുന്നില്ല, എന്നാൽ പോലും പറയുവാണ്. അതേപോലെ തന്നെ ഇവരെല്ലാവരും കൂടെ കണ്ടുമുട്ടിയപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആണെന്നുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം കുശലമൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗൊക്കെ ചെയ്ത് അങ്ങനെ ഭയങ്കര സന്തോഷമായി. അന്നേരം ഗോപന്മാരും ഗോപികമാരും ഉണ്ടല്ലോ കൃഷ്ണനെ കണ്ടിട്ടും കൃഷ്ണനെ കാണാത്ത മട്ടിൽ നിൽക്കുക. എന്താ, ധാരകാധീശനായിട്ടാണ് അവിടെ നിൽക്കുന്നത്. എന്താന്ന് വെച്ചാൽ രാജാവായിട്ടുള്ള വേഷത്തിലാണ് നിൽക്കുന്നത്. അന്നേരം അവർക്ക് എന്തായിരുന്നു, അവരുടെ ഗോപാലനല്ലേ, അവരുടെ ഗോവിന്ദനല്ലേ. അന്നേരം ആ ഗോപാലനും ആ ഗോവിന്ദന്റെ വേഷത്തിലല്ല ഭഗവാൻ അവിടെ നിൽക്കുന്നതെന്നുള്ളതാണ്. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? നേരെ അവരുടെ അടുത്ത് പോയിട്ട് അവരോട് ചില പ്രശ്നമൊക്കെ അന്വേഷിച്ച് ഭയങ്കര നല്ലതുപോലെ ഭഗവാന്റെ ആ ഒരു അമൃതധാരയില് അവരെ വീഴ്ത്തി. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് ഒരു മാസക്കാലം അവിടെ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഒരു മാസക്കാലം കഴിയുന്ന സമയത്ത് ഒരു ദിവസത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 16,108 ഭാര്യമാർക്ക് ഉണ്ടല്ലോ ഭഗവാന്റെ ബാലലീലകളെ പറ്റി ഒന്നും അറിയില്ല. അവർ ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കാളിയനെ മർദ്ദിച്ചതും പിന്നെ ഗോവർദ്ധനനെ 7 ദിവസം എടുത്തു പൊക്കി എന്നുള്ളതും അങ്ങനെയൊക്കെ ഒരുപാട് ഭഗവാന്റെ ബാലലീലകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ബാലലീലകള് ഡീറ്റെയിൽ ആയിട്ട് അവർക്കൊന്നും അറിയില്ല. അന്നേരം എന്ത് ചെയ്തു? രോഹിണി ദേവി, അന്നേരം അതാ ഞാൻ പറഞ്ഞത്, രോഹിണി ദേവിയാണ് ഗോകുലത്തിലെ, വൃന്ദാവനത്തിലും ദ്വാരകയിലെ മധുരയിലെ എല്ലാ ഭഗവാന്റെ ലീലകളും കണ്ടിരിക്കുന്നത്. അന്നേരം രോഹിണി ദേവിയോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഭഗവാന്റെ കൃഷ്ണന്റെ ബാലലീലകള് ഞങ്ങൾക്ക് കേൾക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്ത് പറയുന്നു? യശോദ എല്ലാവരും ഉണ്ട്, ദേവകി എല്ലാവരും ഉണ്ട്. അന്നേരം പറയുന്നുണ്ട്, ഞാൻ പറയാം, പക്ഷെ കൃഷ്ണനും ബലരാമനും ഇത് കേൾക്കാൻ പാടില്ല. കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വൃന്ദാവനത്തിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ തിരിച്ചവർ ദ്വാരകയിലോട്ട് പോകത്തേയില്ല. അതുകൊണ്ട് ഒരിക്കലും അവരിത് കേൾക്കാൻ പാടില്ല, അവർക്ക് അതൊരു വലിയൊരു ഇതാവും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ നമുക്ക്, സുഭദ്ര നീ ഒരു കാര്യം ചെയ്യ്, ആ റൂമിന്റെ വാതിൽക്കല് കാവൽക്കാരിയായിട്ട് നിൽക്കാൻ പറയും. കൃഷ്ണനും ബലരാമനും വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ സുഭദ്രയെ കാവൽക്കാരിയായിട്ട് അവിടെ നിർത്തിയിട്ട് രോഹിണി ദേവിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃഷ്ണന്റെ ബാലലീലകൾ പറയാൻ തുടങ്ങുന്നു. അതായത് എന്ത് ചെയ്തു? ഈ സുഭദ്രയാണെന്നുണ്ടെങ്കിൽ ഒരു പഴുതുമില്ല, അതിനകത്തുനിന്ന് ശബ്ദം പുറത്തോട്ട് വരാനോ ഒന്ന് കാണാനോ ഒന്നും ഒരു പഴുതുമില്ലാത്ത അത്രയ്ക്കും മെന്റവസായിട്ടുള്ള ഒരു
റൂമാണ്. സുഭദ്ര എന്ത് ചെയ്തു, ആ കീ ഹോൾ ഉണ്ടല്ലോ, താക്കോൽ ഇട്ടിട്ട് തുറക്കുന്ന ആ കീ ഹോളിൽ കൂടെ അകത്തോട്ട് നോക്കി. അകത്തോട്ട് നോക്കി കുറച്ച് ഭഗവാന്റെ ആ ഒരു ബാലലീല ശക്കലമേ കേട്ടുള്ളൂ. അങ്ങനെ സുഭദ്ര എന്ത് ചെയ്തു, ബോധം കെട്ട് വീഴുക. ബോധം കെട്ട് വീഴുന്നെന്ന് മാത്രമല്ല, നമ്മൾ ഈ ചന്നിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനെ സുഭദ്രയുടെ കൈ ഇങ്ങനെയായി, കാലാണെന്നുണ്ടെങ്കിൽ കാലും ഇതേപോലെ മടങ്ങി, കണ്ണൊക്കെ തുറിച്ച് അങ്ങനെ ബോധം കെട്ട് കിടക്കുന്നു. ആ സമയത്ത് കൃഷ്ണനും ബലരാമനും ഇങ്ങോട്ട് വരുന്നത്. കൃഷ്ണനും ബലരാമനും വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതെന്ത് പറ്റി, സുഭദ്ര ഇങ്ങനെ കിടക്കുന്നത്, ഇതെന്താ പറ്റിയത്, ഇതിനകത്ത് എന്താ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവരും ഇതേപോലെ കീ ഹോളിൽ കൂടെ അകത്തോട്ട് നോക്കി. നേരെ കൃഷ്ണന്റെ ബാലലീലകളെ പറ്റിയാണ് അവിടെ ഇങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കൃഷ്ണനും അതേപോലെ തന്നെ ബോധം കെട്ട് വീഴുക. പക്ഷെ ഇത് തന്നെ ചന്നി വന്നവരുടെ കൂട്ട് തന്നെ കൈ ഇങ്ങനെ മുറുക്കി, കാല് പകുതി അങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഒരു രൂപം. എന്നിട്ട് എന്താ കണ്ണ് തുറിച്ചിട്ടുള്ള ആ ഒരു രൂപം. ബലരാമനും അതേപോലെ തന്നെ അവർ 3 പേരും അവിടെ ഇങ്ങനെ ബോധം കെട്ടി കിടക്കുന്നത്. ഇത് ആര് കണ്ടു? നാരദര്. ആ സമയത്ത് നാരദർ അതിലേക്കൂടെ വരുന്നു. നാരദർ ഇത് കണ്ടിട്ട് ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എഴുന്നേൽക്കുന്ന സമയത്ത് ഭഗവാനോട് കൈകൂപ്പി പറഞ്ഞു, ഭഗവാനെ, കലികാലമാണ് വരുന്നത്, അങ്ങ് ജഗത്തിന്റെ നാഥനാണ്. ഈ ജഗത്തിന്റെ നാഥനാണ്. ഈ ഒരു രൂപത്തില് അങ്ങയുടെ ഭക്തർക്ക് ദർശനം അരുളണം ഈ ഭഗവാനെ എന്ന് നാരദര് കൃഷ്ണനോട് അപേക്ഷിക്കുന്നു. അന്നേരം തദസ്തു പറഞ്ഞു ഭഗവാന്. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി എന്ന് പറഞ്ഞാൽ തിരിച്ച് അവര് ദ്വാരകയിൽ പോയി ഈ കഥകളെല്ലാം പറഞ്ഞു രോഹിണി ദേവി ഭാര്യമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് സന്തോഷമായിട്ട് എല്ലാവരും കുറെ നാൾ അവിടെ താമസിച്ചു കഴിഞ്ഞ് എല്ലാവരും വൃന്ദാവനത്തിൽ പോകേണ്ടി വരും വൃന്ദാവനത്തിൽ, കസ്തനപുരത്തിന് പോകേണ്ടി കസ്തനപുരത്ത്, ദ്വാരകയിൽ പോകേണ്ടി വരും ദ്വാരകയിൽ, അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിരിഞ്ഞു. അങ്ങനെ കലികാലമായി. കലികാലമാകുന്ന സമയത്ത് നാരദരോട് പറഞ്ഞിട്ടില്ലേ ഭഗവാനെ ഈ രൂപത്തിൽ തന്നെ ദർശനം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ എല്ലാവർക്കും? കലികാലത്തില് ബദ്ധരായിട്ടുള്ള ജീവാത്മാക്കൾക്ക് ഞാൻ ഈ തരത്തിൽ തന്നെ ദർശനം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ജഗത്തിന്റെ നാഥനായിട്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ദയാലുവാ ഭഗവാനയുടെ. എന്നിട്ട് ഒരു ദിവസം രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ഒറീസയില് പുരി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ രാജാവ് ഇന്ദ്രതുമ്നൻ അങ്ങനെ കണ്ട പേര്. എന്നിട്ട് ആ രാജാവിന് സ്വപ്നദർശനം കിട്ടുന്നുണ്ട്. ഞാൻ ഇതുപോലെ ദാരുബ്രഹ്മമായിട്ട് എന്ന് പറഞ്ഞ ഒരു തടിയാണത്, ഒരു വൃക്ഷമാണത്. എന്നിട്ട് ദാരുബ്രഹ്മത്തിന്റെ രൂപത്തില് കടലിൽ കൂടി ഞാൻ ഒരു തടി ഒഴുകി വരും. ആ തടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് അത് പിന്നെ ആശാരിമാരെ കൊണ്ട് കുത്തിച്ച് എനിക്ക് അമ്പലം പണിഞ്ഞ് എന്നെ അവിടെ ഇരുത്തണമെന്ന് പറയും. പിറ്റേ ദിവസം രാവിലെ രാജാവ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കടത്തിരുത്ത് വരുന്നു. രാജാവും കുറെ ആൾക്കൂടെ കടത്തിരുത്ത് വരുന്നു. അന്നേരം ആ തടി ഒഴുകി ഇങ്ങനെ വരുന്നു. ആ തടിയെ പിടിച്ച് കരകയറ്റിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ബന്ധവസം ചെയ്തു അത് പണിയാനുള്ള. എന്നിട്ട് ഭയങ്കര വലിയ വലിയ ശില്പിമാര് വന്നു. അവര് ആ തടിയിൽ ഒരു ഇത് അടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ആശാരിമാരുടെ എന്താ പറയുന്നത്, അതൊന്ന് തൊട്ട് നോക്കുമ്പോഴത്തേക്ക് അവരുടെ ആ പണിയായുധം എല്ലാം പൊട്ടിപ്പോവായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അവരെല്ലാം തിരിച്ചു പോകാൻ തുടങ്ങി. അങ്ങനെ രാജാവ് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ആര് വരുന്നത്? ഒരു വയസ്സായ ഒരു പടുവൃദ്ധനാണ്. അദ്ദേഹം ഇങ്ങനെ വരുന്ന സമയത്ത് രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞാൻ നിങ്ങളുടെ മനസ്സിലുള്ള ആ രൂപത്തില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ സ്വപ്ന ദർശനം കൊടുത്തിട്ടുണ്ട് എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉള്ളത്. വളരെ ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും ഒക്കെ വേണം ചെയ്യാനൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ ചെയ്ത് നല്ല ശുദ്ധവൃത്തിയോടുകൂടി ഞാൻ ഭഗവാന്റെ ആ രൂപം ഈ തടിയിൽ ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നെ ആരും ശല്യപ്പെടുത്താൻ പാടില്ല. ഞാനൊരു റൂമിൽ കയറും, ആ റൂമില് എന്നുണ്ടെങ്കിൽ വേറെ ആരും ഉണ്ടാവാൻ പാടില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ പണി കഴിഞ്ഞിട്ട് കതവ് തുറക്കുന്ന സമയം നിങ്ങൾ കാണാവൂ. അതിന് മുമ്പിട്ട് ആരും എന്നെ ശല്യപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ എഗ്രിമെന്റ് പുറത്ത് രാജാവ് എന്നുണ്ടെങ്കിൽ സമ്മതിച്ചു. പടുവർത്തനായിട്ടുള്ള അദ്ദേഹം എന്നുണ്ടെങ്കിൽ പണി തുടങ്ങി. 10-15 ദിവസം കൊട്ടും പാട്ടും ഒക്കെ അകത്ത് കേട്ടു. അന്നേരം രാജാവും പത്നിയും കൂടി അവിടെ അവിടെ ഇരിക്കുകയാണ് ഏതാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. 15 ദിവസമായിട്ടും തുറന്നതൊന്നുമില്ല. പക്ഷെ അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ 16-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് അതിനകത്ത് കൊട്ടുമില്ല, പാട്ടുമില്ല, ഒന്നുമില്ല. അന്നേരം രാജാവിന് പേടിയായിപ്പോയി. ഇദ്ദേഹം പടുവർത്തനാണ്, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ഏതായിരിക്കും എന്നുള്ള ആകാംക്ഷയോടുകൂടി എന്ത് ചെയ്തു, ആ മുറി അങ്ങ് തുറന്നു.
തുറന്ന സമയത്ത് ഭഗവാന്റെ ആ ഒരു ജഗന്നാഥന്റെ ആദികർത്തപ്രഭു നമ്മുടെ ആ ജഗന്നാഥന്റെ ഫോട്ടോ ഇല്ലേ, ജഗന്നാഥന്റെ സുഭദ്രമയ്യയുടെയും ബലറാം സ്വാമിയുടെയും, ഇടട്ടെ, ഇവർക്ക് ഷെയർ വേണ്ടിയിട്ട് ചെയ്യട്ടെ, ഷെയർ ഷെയർ ചെയ്യാൻ ചെയ്യട്ടെ, പറ്റുമോ? ഷെയർ ചെയ്യട്ടെ. ഷെയർ ചെയ്യൂ പ്രഭുജി, ഷെയർ ചെയ്യൂ പ്രഭുജി. ഓക്കെ. മാതാജി പറഞ്ഞോളൂ, കഥ പറഞ്ഞോളൂ, ഞാൻ ഷെയർ ചെയ്യാം. ശരി ശരി. എന്നിട്ട് എന്ത് ചെയ്തു? തുറന്നു നോക്കുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇല്ല, ആശാരിയെ കാണാനില്ല എന്നുള്ളതാ. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞില്ലേ, അവര് ബോധം കെട്ട് വീണപ്പോ എങ്ങനെയാ, പകുതി കൈ ഇങ്ങനെ, പകുതി കാലിങ്ങനെ, പിന്നെ കണ്ണ് തുറിച്ച് ആ രൂപത്തിൽ 3 പേരും അവിടെ ഇങ്ങനെ കുത്തി നല്ല ഇതായിട്ട് ഇരിക്കുന്നുണ്ട്. അതിന് രാജാവിന് ഭയങ്കര സങ്കടമായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നതാണ്, നേരത്തെ കഥ തുറക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെ തുറന്നു, അതുകൊണ്ട് ആ പണി പൂർത്തിയായില്ലല്ലോ എന്നുള്ള സങ്കടത്തില് രാത്രിയിൽ ഉറങ്ങാൻ സമയത്ത് സ്വപ്ന ദർശനം കിട്ടുന്നു. ഈ രാജാവേ, അങ്ങാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരുവിധ ടെൻഷനും എടുക്കേണ്ട, കലികാലത്തില് ഞാൻ ജഗന്നാഥനായിട്ട് ഈ രൂപത്തിലാണ് അവതരിക്കുന്നത്. അതുകൊണ്ട് ഈ രൂപത്തിൽ തന്നെയാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ആ ആശാരി എന്ന് പറഞ്ഞ വിശ്വകർമാവായിരുന്നു. വിശ്വകർമാവ് സ്വയം വന്നിട്ടാണ് ഈ രൂപം ത്. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അങ്ങ് വിഷമിക്കേണ്ട, എന്നിട്ട് അമ്പലം പണിഞ്ഞ് എന്നെ പ്രതിഷ്ഠിക്കൂ എന്ന് പറഞ്ഞിട്ട് സ്വപ്ന ദർശനം കൊടുത്തു കഴിഞ്ഞു. പിന്നെ അതെന്നുണ്ടെങ്കിൽ ഇപ്പം പുരിയില് ജഗന്നാഥന്റെ വലിയൊരു അമ്പലം പണിഞ്ഞെന്നുള്ളതാണ്. അവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ടെന്നുള്ളത്. ആ കൊടിമരവും പിന്നെ അതിന്റെ മുകളിൽ കൂടി ഒരു പക്ഷി പോലും പറക്കില്ല എന്നുള്ളത്. അതേപോലെ പ്ലെയിൻ ഒന്നും പോവില്ല. അങ്ങനെയൊക്കെ കുറെ. അതുപോലെ ചക്രമുണ്ട്, സുദർശന ചക്രം മേലിൽ വെച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ, നമ്മൾ ഈ പൈസ കൂട്ടി വെച്ചിട്ട് എന്തെടുക്കാനെ കൊണ്ട്. അതുകൊണ്ടുണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് കാണണം. കൊണാർക്ക് എന്ന് പറയുന്ന സൂര്യഭഗവാന്റെ അമ്പലമുണ്ട്. ആ അമ്പലമൊക്കെ ഒന്ന് പോയി കാണണം നിങ്ങൾ. ഈ ജഗന്നാഥന്റെ അമ്പലത്തിൽ പോകണം. നമ്മൾ സാധാരണ കണ്ടിട്ടില്ലാത്ത ഒരു അമ്പലമാണെന്നുള്ളതാണ്. ഭയങ്കര രസം. അന്നേരം ജീവിതം ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ എന്നുണ്ടെങ്കിൽ ഒരു മൂലയിൽ അടച്ചു കൂട്ടി പൊടിക്കിയിട്ടല്ല ഇരിക്കേണ്ടത്. ശാസ്ത്രങ്ങൾ പഠിക്കുക, ആ ശാസ്ത്രങ്ങൾക്ക് അനുസരിച്ച് നമ്മള് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. തീർത്ഥാടനങ്ങൾ ചെയ്യുക, ദാനധർമ്മം ഇതെല്ലാം ചെയ്യുക. നമ്മുടെ കൂടെ കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങള് കാണാൻ പറ്റുന്നുണ്ടോ മാതാജി ഫോട്ടോ? വരുന്നില്ലേ പ്രഭുജി? വലുതാക്കി വിടുന്നില്ലേ? വലുതാക്കാൻ പറ്റുന്നില്ല സാധാരണക്കാർക്ക് വേണ്ടി. മീൻസ് ഈ ജഗന്നാഥന്റെ ഫോട്ടോകൾ കാണാൻ വേണ്ടിയിട്ട്, കാണാത്തവർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ആ പുരിയിലെ ഭഗവാൻ, ഞാൻ ഇന്നലെ പറഞ്ഞു അതിന്റെ ആ രഥോത്സവത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു എന്നുള്ളതാ. ആ രഥോത്സവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കാണണ്ടേ. പക്ഷെ നമുക്കും പേടിയാവും. ലക്ഷക്കണക്കിന് ആൾക്കാരാ. എന്നാൽ തന്നെയും ഈ ഓരോ വീടുകളുടെ മണ്ടയ്ക്കൊക്കെ നിന്നിട്ടും ഒക്കെ കാണും ആൾക്കാർ കാണും എന്നുള്ളത്. ആ ഒരു ഭഗവാൻ എന്താ ചെയ്യുന്നത്? വർഷത്തിൽ ഒരിക്കലുണ്ടല്ലോ ജഗന്നാഥനാണെന്നുണ്ടെങ്കിൽ തന്റെ ഭക്തരെ കാണാൻ ആരും അങ്ങോട്ട് വന്നില്ലേലും, എന്നെ കാണാൻ അങ്ങോട്ട് വന്നില്ലേ, ഞാൻ നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരും എന്നുള്ള ആ ഒരു രീതിയിലാണ് ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിൽക്കുന്നതെന്നുള്ളത്. ഇതന്നെ ജഗന്നാഥ്, സുഭദ്രമയ്യ, ബലദേവ്. ഇത് നോക്കാൻ, ഈ കണ്ട കൈയൊക്കെ കണ്ട എന്തൊരു രസമാണെന്നറിയാമോ? അവിടുത്തെ പാണ്ഡകളുമായിട്ടൊക്കെ ഭഗവാൻ എന്താ ഈ ഉത്സവത്തിന് മുമ്പിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭഗവാനെ കുളിപ്പിക്കും. പബ്ലിക്കിന് കുളിപ്പിക്കാമെന്നുള്ളത്. 5 ദിവസം കണ്ട് ഭഗവാൻ വെളി വന്നിരിക്കും. വെളി വന്നിരുന്നിട്ട് ഇഷ്ടംപോലെ വെള്ളം കോരി ഒഴിച്ച് ഭഗവാനെ എല്ലാവരും കുളിപ്പിക്കും. കുളിപ്പിച്ചിട്ട് പിന്നെ എത്രയും 5 ദിവസം അങ്ങനെ കണ്ടാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഭഗവാന് പനി പിടിച്ച് മൂടി പുതച്ച് ഒക്കെ കിടക്കും എന്നുള്ളതാണ്. എന്നിട്ട് പാണ്ഡകൾ, അവിടുത്തെ പൂജാരികളാണെന്നുണ്ടെങ്കിൽ കഷായം അതും ഇതും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടാ കൊടുക്കുന്നത്. ഭയങ്കര രസമാണെന്നുള്ളതാണ്. ഇത് ചുമ്മാ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഫോറിൻ ഡോക്ടർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെറുതെ അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ മനുഷ്യരെ അങ്ങനെ പരിശോധിക്കുന്നത് പോലെ ആ ഡോക്ടർ ജഗന്നാഥനെ പരിശോധിച്ച സമയത്ത്
ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നെ അധികം കൊണ്ടല്ലേ ഭയങ്കര ഒരു ജഗന്നാഥന്റെ ഡിവോട്ടിയായി മാറി എന്നുള്ളത്. അതാണ്ട് രഥോത്സവത്തിന്റെ ആയി കാണിക്കുന്നത്. അതായത് നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. ഈ രഥോത്സവം നമുക്ക് 3 രഥത്തിലായിട്ടാണ് ജഗന്നാഥ്, ബലദേവ്, സുഭദ്രമയ്യ, അങ്ങനെ 3 പേര് 3 രഥത്തിലായിട്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞ ഒരു രഥത്തിലായിരിക്കും. പുരിയിലൊക്കെ 3 രഥത്തിലായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു മഹാഭാഗ്യം ആ പുരിയിലെ രഥയാത്രയുടെ ദിവസം തന്നെ നമുക്ക് കൊല്ലത്ത് കിട്ടുന്നുണ്ട്. അന്നേരം അതിനെ നിങ്ങൾ വേണ്ടുന്നത് പോലെ വിനിയോഗിക്കുന്നു. എല്ലാരും വരണം കേട്ടോ. എല്ലാരും വന്ന് ഈ രഥയാത്രയിൽ പങ്കെടുക്കണം. തന്നാലെ കഴിഞ്ഞ വർഷം വന്നിരുന്നു മാതാജി. കഴിഞ്ഞ വർഷം ഞാനൊക്കെ വന്നിരുന്നു. അല്ല വരാത്തവരും കാണുമല്ലോ. എല്ലാ വർഷവും വരുന്നേ, എല്ലാ വർഷവും കാണണം ഇതൊക്കെ. എന്നിട്ട് നമ്മളെ കൊണ്ട് സഹായിക്കാൻ എങ്ങനെയൊക്കെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സഹായിക്കുക കേട്ടോ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ആരും വരാതെ പോകരുത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. കേട്ടല്ലേ പറഞ്ഞത്? ജയോ ജഗന്നാഥ്, ജയോ ബലദേവ്, ജയോ സുഭദ്രമയ്യ, ജഗന്നാഥ സ്വാമി നയന പദഗാമി, നയന പദഗാമി ഭവോ തുമേ. ജഗന്നാഥന്റെ ഒരു കുളിച്ചും പോലും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ 12 വർഷം കഴിയുമ്പോഴേ ഈ ഉണ്ടാക്കിയ ആ ഒരു ഇതുണ്ടല്ലോ, ആ മൂർത്തികളെ എല്ലാം മാറ്റിയിട്ട് യഥാർത്ഥത്തിൽ ശവസംസ്കാരം ചെയ്യുന്നത് പോലെ അതെല്ലാം കുഴിച്ചിട്ട്, മീൻസ് അങ്ങനെയൊക്കെ ഒരുപാട് കുഴിച്ചിരുന്ന പറയാനൊക്കെ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പറയാനൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് അതിനനുസരിച്ച് സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു കോമൺ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അവിടെ വരുന്ന സമയത്ത് അറിവുള്ള ആചാര്യന്മാരായിരിക്കും. അവരെല്ലാവരും എന്ത് ചെയ്യും, ജഗന്നാഥ് പുരി യാത്രയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാനിതൊരു എന്താ പറയുന്ന ഒരു ആമുഖം മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കിനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരും പോണം കേട്ടോ. പോയി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് എല്ലാ സഹായങ്ങളും ചെയ്തും കൊടുക്കണം. ഓക്കെ. ഹരേ കൃഷ്ണ. നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ചത് പ്രലംബാസുര വധമാണ് നമ്മൾ പഠിച്ചത്. അടുത്തത് എടുക്കണേ, എല്ലാവരും ബുക്ക് എടുക്കണേ. പ്രലംബാസുരൻ എന്ന് പറഞ്ഞ അസുരനെ കൊല്ലുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്തിനു വേണ്ടിയിട്ട് ഈ ലോകത്ത് വന്നത് തന്നെ? ശിഷ്ടരെ രക്ഷിക്കാനും ദുഷ്ടരെ സംഹരിക്കാനും. അതെ, കംസ മുഖാന്തരം ഇങ്ങനെ അസുര പട തന്നെയാണ് നമ്മളതാ. എത്ര ദുഷ്ടന്മാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ദുഷ്ടനെയും കംസൻ കൊണ്ടുവന്നിട്ട് ഭഗവാന് കൊടുക്കുക. എന്തിനെ? കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ കംസൻ കൊടുക്കുന്നത് ഭഗവാനെ കൊല്ലാൻ. കംസൻ ഈ അസുരന്മാരെ വിടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ടാ. പക്ഷെ അസുരന്മാരെ കൊല്ലുന്നത് ആരാ? ഭഗവാനാ. അങ്ങനെ ആ ദുഷ്ടനിഗ്രഹങ്ങൾ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഭഗവാൻ ഇരിക്കുവാന്. പിന്നെ ആ ജരാസന്ധനെ പിന്നെ കൊല്ലുന്നു. ആ ജരാസന്ധനും നരകാസുരനും ഇവരൊക്കെ എന്ന് പറഞ്ഞ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഷ്ടന്മാരായിരുന്നു. അവരെല്ലാം പിന്നെ കൊല്ലുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കസ്തരപുരത്തിൽ വന്നിട്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും കുരുക്ഷേത്ര ഭൂമിയില് എല്ലാ ദുഷ്ടന്മാരും ഒരുമിച്ച് കൂടുന്നുണ്ട്. അന്നേരം അങ്ങനെ ദുര്യോധന മുഖാന്തരം അങ്ങനെ ആ ഭഗവാൻ അവിടുത്തെ ആ ദുഷ്ട നിഗ്രഹം സകലതും ചെയ്തു കഴിഞ്ഞ് ശിഷ്ടരെ മാത്രം ഈ ഭൂമി നിർത്തിയിട്ടാണ് ഭഗവാന് പോയത്. പക്ഷെ ദ്വാപരയുഗത്തിന്റെ അവസാനത്തിലാണ് ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോയത്. ദ്വാപരയുഗത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ കലികാലം. ഭഗവാന്റെ കാൽപാദം ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോ ഉടനെ തന്നെ കലിയോടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത്. അതായത് നമ്മളെല്ലാം ആരുടെ സന്തതികളാണ്? കലിയുഗത്തിന്റെ സന്തതികളാണ്. അന്നേരം നമുക്കും അതിൻ്റെതായിട്ടുള്ള പാർട്സുകളെല്ലാം തെറ്റും കുറ്റങ്ങളും സകലതും ഉണ്ടാവും. പക്ഷേ ഭഗവാനോട് കൈകൂപ്പി പറയണം, ഭഗവാനെ മഹാമായനെ പിടിക്കരുത്, മായക്കെന്നെ അധീനയാക്കരുതേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ഉണ്ടല്ലോ, ഇതൊക്കെ ചുമ്മാ എന്നുള്ള ആ ഒരു രീതിയായിപ്പം. പക്ഷെ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ അമ്മയുടെ പാല് നമ്മൾ കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം ശാസ്ത്രം പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു അണുവിട ഇല്ലാതെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ വിശ്വാസം തീർച്ചയായിട്ടും നമുക്ക് വേണം. വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല എന്നുള്ളത്. അങ്ങനെ നമുക്കിപ്പം നമ്മൾ ഇവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ പട്ടതിരിപ്പാട് ഇപ്പൊ ഏതാണ്? ദശകം 57 പ്രലംബാസുര വധത്തെ പറ്റിയാണ് പറയുന്നത്. പ്രലംബാസുരൻ എന്ന് പറയുന്ന
എന്തായിട്ടാ വന്നത്? ഗോപകുട്ടികളുടെ കൂട്ടത്തിൽ അവര് ഗോപനായിട്ടാണ് വന്നിരിക്കുന്നത്. അന്നേരം ഭഗവാൻ അന്നത്തെ ദിവസം എന്താണ്, ഇങ്ങനെ രണ്ട് ചേരി തിരിഞ്ഞിട്ട് ദ്വന്ദ്വയുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള കളിയാണ് അന്ന് തീരുമാനിച്ചത്. അന്നേരം തോക്കുന്നവൻ എന്ത് ചെയ്യണം, ജയിക്കുന്നവനെ എടുത്തുകൊണ്ട് നടക്കണം, എടുത്തുകൊണ്ട് അവർക്കൊരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്, അവിടെ വരെ കൊണ്ടുപോകണം. അങ്ങനെ ആദ്യം ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന് സ്വയം തോറ്റുകൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? തന്റെ ഭക്തനായിട്ടുള്ള സുധാമാവന് ആണ് ഓപ്പോസിറ്റിലുള്ളത്. അന്നേരം അവനെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടാമത് ആരെയാ വന്നത്? പ്രലംബാസുരൻ ബലരാമനും. അന്നേരം ആ ബലരാമൻ എന്ത് ചെയ്തു? തോറ്റു കൊടുത്തു. അല്ല, ബലരാമൻ ജയിച്ചു, പ്രലംബാസുരൻ തോറ്റു. തോറ്റവൻ എന്ത് ചെയ്യണം? ജയിച്ചവനെ എടുത്തുകൊണ്ട് പോകണ്ടേ? അന്നേരം ഈ പ്രലംബാസുരൻ ബലരാമനെ എടുത്തുകൊണ്ട്, പക്ഷെ നോക്കൂ, അവിടെ കൃഷ്ണൻ അവിടെ വന്നില്ല എന്നുള്ളതാ. അന്നേരം അത്രയും പുണ്യം കൃഷ്ണന്റെ കൈകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ മുക്തിമാർഗമാണ്. അത്രയും ഒരു പുണ്യം ആ എന്ത് ചെയ്തു? ബലരാമന് ആ ജോലി കൊടുത്തെന്നുള്ളത് നമ്മൾ പഠിച്ചു. നമുക്ക് ഈ 5 ശ്ലോകം ഒന്ന് വായിക്കാം. രാമസഹികാവിധിനീ കാമദാ ഭഗവൻ ഗതോപമാവിനം സോനു വിരവി ഗോപാനാദേനു വിരവി സംവൃതോല സദ്ദേശഃ സന്ദർശയൻ ബലായ സൂര്യം വൃന്ദാവന ശ്രിയം വിമലാം കാണ്ടീരേ സകബാലേ പാണ്ഡീരകമാഗമോ വടം ക്രീഡേ താവത്താവകമിഥുനാസ്പ്രകയാലുർഗോപമൂർത്തിരദയാലു ദൈത്യപ്രലംബനാമ പ്രലംബബാഹും ഭവന്തമാപേതേ ജാനന്യഭ്യുജാനന്യവ തേന സമന്വിവത്ത സർഗാർത്ഥഃ വളനികടേ പടു പശുപാബത്തം ദ്വന്ദ്വയുദ്ധം ആരബ്ധാഃ ഗോപാഭിവജലജ്ഞാൻ സംഗം ബലഭദ്രകം ഭവക്കമവി ത്വദ്ബലഭീരും ദൈത്യം ത്വദ്ബലഗതമന്യമന്യതാ ഭഗവാൻ. അവിടെ വരെ 5 ശ്ലോകം നമ്മളെ പഠിച്ചത്. ഇനി 6ാമത്തെ ശ്ലോകം. കൽപ്പതവൃജേ ത്രിവഹനീ സമരേ പരയൂതകം സ്വദീയതരം ശ്രീരാമാനമദ്യ പരാജിതോ ഭക്തദാസതാം പ്രതയൻ. കൽപ്പിത വിജേ ത്രിവഹനീ സമരേ പരയൂതകം സ്വദീയതരം ശ്രീരാമാനമദ്യാഃ പരാജിതോ ഭക്തദാസതാം പ്രതയൻ. കൽപ്പിത വിജേ ത്രിവഹനീ സമരേ പരയൂതകം സ്വദയിതരം ശ്രീരാമാനമദ്യ പരാജിതോ ഭക്തദാസതാം പ്രതയേ. കൽപ്പിത വൃജേ ത്രിവഹനി സമരേ പരയൂതകം സ്വദയിതരം ശ്രീരാമ നമദത്യ പരാജിതോ ഭക്തദാസതാ പ്രതയൻ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൽപ്പിത വിജയേ ധ്രുവനെ സമരേ പരായുധകം സ്വാദയിതരം ശ്രീരാമ അദത്ത പരാജിതോ ഭക്തദാസതാം പ്രതയൻ. ഹരേ ഹരേ കൃഷ്ണ. കൽപ്പിത വിജയ എന്തേ? ഹരേ കൃഷ്ണ മാതാജി. കൽപ്പിത വിജയപ്രവഹനെ സമരേ പരയുധകം സ്വദായിതരം ശ്രീധാമാനം അദഥ പരാജിതോ ഭക്തദാസതാം പ്രഥയൻ. ഹരേ കൃഷ്ണ മാതാജി. ത്രിപഹനെ സമരേ പരയുധകം സ്വദയിതരം ശ്രീരാമനാമദ്ഗത പരാജിതോ ഭക്തദാസാം പ്രഥയൻ. ഹരേ കൃഷ്ണ. അടുത്താൾ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൽപ്പിത വിജയ ത്രിവഹനെ സമരേ പരയുധകം സ്വദയിതരം ശ്രീരാമാനമദതാം പരാജിതോ ഭക്തദാസതാം പ്രഥയൻ. ഹരേ കൃഷ്ണ. അവര് പ്രവചി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. കൽപ്പിത വിജയദ്രുവഹനെ സമരേ പരയുധകം സ്വദയിതരം ശ്രീരാമാനാമദതാം പരാജിതോ ഭക്തദാസതാം പ്രതയൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. കൽപ്പിത വിജയ ത്രിവേഗനെ സമരേ പരയൂതകം സ്വദയിതരം. അവരുടെ ഞാൻ പറഞ്ഞു, തോറ്റവന് എന്ത് ചെയ്യണം? ജയിച്ചവനെ എടുത്തുകൊണ്ട് പോകണം. അങ്ങനെയാണ് അവരുടെ ആ
കളിയുടെ ആ ഒരു റൂള്. ഇവിടെ എന്താ ചെയ്തത്? കൽപ്പത വിജയ ത്രിവേകനെ സമരപ്രയൂരം സ്വതയിതര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജയിച്ച തോറ്റം എടുത്തുള്ളൂ. പക്ഷെ ഇവിടെ ശ്രീരാമയാന മതത്യാഹ പരാജിതോ ഭക്തദാസനം പ്രദേ ഭക്തദാസനായിട്ടുള്ള ആ ഭക്തന്മാരുടെ ദാസനാണ് ഭഗവാൻ. അതുകൊണ്ട് എന്ത് ചെയ്തു? ശ്രീരാമന് എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഭഗവാൻ തോറ്റുകൊടുത്തു. ഭഗവാനെ തോപ്പിക്കാൻ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? ഭഗവാൻ സ്വയം തോറ്റല്ലേ തോക്കാൻ പറ്റൂ? ഇത് ഇവിടെ ശ്രീരാമന് ജയിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? സ്വയം തോറ്റു കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാ? ഭക്തദാസനായിട്ടുള്ള ശ്രീരാമന് ഭക്തനായിട്ടുള്ള ശ്രീരാമന് എന്ത്? ഭഗവാൻ സ്വയം സേവ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ആ ഒരു സേവാഭാവം. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ 10 അടി നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. അത് പക്ഷെ നമ്മളാരും അത് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? പന്നികളെ പോലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കട്ടറിലായാലും പിന്നെ മലമായി കഴിഞ്ഞാലും എല്ലാ വൃത്തികേടിലും നമ്മൾ കിടന്നത് ഉഴലും. എന്നാലും നമ്മൾ എന്താ ഭഗവാന്റെ അടുത്തോട്ട് ഞങ്ങൾക്ക് പോവേ വേണ്ട. ആ ഭാഷ നല്ലത് വന്നു കഴിഞ്ഞാലോ എന്നുള്ള പേടിയായിരിക്കും. അല്ലാതെ എന്താ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ചിന്തയാണെന്നുള്ളതാണ്. നേരം വേണ്ടുന്നത് പോലെ നമ്മൾ ചെയ്യണം ഓരോ കാര്യങ്ങളും. ഭക്തദാസനാണ് ഭഗവാൻ. എത്രയോ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ഭഗവാന്റെ ആ ഭക്തി, ഭഗവാന്റെ ആ പ്രേമം എത്ര പേർക്കാണ് അങ്ങനെ ഒഴുകി വന്നിട്ടുണ്ടെന്നുള്ളത്. നമ്മൾ എത്രയോ പേരെ കണ്ടിരിക്കുന്നു. ഒന്നും പറയണ്ട, ഉത്തരെ കണ്ടില്ലേ? അതുപോലെ കുന്തിദേവി, ദൈവമേ, കുന്തിദേവിയെ പോലെ ദുഃഖം സഹിച്ചിട്ടുള്ള ആരുമില്ല എന്നുള്ളതാണ്. പക്ഷെ കുന്തിദേവി അവസാനം എന്താ പറഞ്ഞത്? കുന്തിദേവിയുടെ മക്കളെല്ലാവരും മക്കളെന്ന് പറഞ്ഞാൽ ധർമ്മപുത്ര ചക്രവർത്തിയായി, പഞ്ചപാണ്ഡര് ഹസ്തിനപുരി അവരുടേതായി യുദ്ധത്തിൽ ജയിച്ചില്ലേ? അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു. പക്ഷേ കൃഷ്ണൻ ഉടനെ ദ്വാരകയിൽ പോകുന്ന സമയത്ത് കുന്തിദേവി പറയുന്നു, ഭഗവാനെ ഞങ്ങളുടെ എല്ലാ ദുഃഖത്തിലും അങ്ങുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് സുഖം വന്ന സമയത്ത് അങ്ങ് പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സുഖം വേണ്ട, എനിക്ക് സുഖമേ വേണ്ട, എനിക്ക് ആ ദുഃഖം തന്നെ മതി. എന്തുകൊണ്ടാ? ഭഗവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമല്ലോ. അതാണ് ഭക്തി. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഭക്തി. ആ ഭക്തിയിൽ ലയിച്ചിട്ട് നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആ ഭാവത്തിൽ നമ്മൾ ഞാനിപ്പം ഒരു എക്സാമ്പിൾ നിങ്ങളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുമല്ല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു തരുക എന്നുള്ളത്. ഈ നമുക്ക് ഈ ജഗന്നാഥ് ഈ രഥോത്സവത്തിന് ഒരുപാട് പേരുടെ സേവ വേണ്ടി വരും എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് രൂപ ഇതിനകത്ത് എക്സ്പെൻസ് ആവും. അതേപോലെ തന്നെ മാല കെട്ടാനായി കഴിഞ്ഞാലും പ്രസാദത്തിന് അരിഞ്ഞു കൊടുക്കാനായി കഴിഞ്ഞാലും പിന്നെ അവിടെയൊക്കെ ആൾക്കാരെ ഇത് ചെയ്യാൻ സ്വീകരിക്കാനായാലും അങ്ങനെയൊക്കെ ഒരുപാട് സേവകൾ അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഞാൻ നോക്ക്, സാക്ഷാൽ ഭഗവാനായിട്ട് പോലും നോക്ക്, ഇവിടെ ശ്രീരാമാവിന്റെ സേവ ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ സ്വയം തോറ്റു കൊടുത്തു. ആ ഭഗവാൻ 3 അടി മണ്ണ് 3 അടി കൊണ്ട് എന്തൊക്കെയാ അളന്നെടുത്തത് എന്നുള്ളത് നമുക്കറിയാം, കാണാവുന്നത്. അങ്ങനെ ഭഗവാന്റെ എന്തെല്ലാം ലീലകളാണ് നടക്കുന്നത്. ലീലാധരന്റെ ലീലകൾ ഭഗവാൻ അല്ലാതെ വേറെ ആർക്കും അറിയില്ല എന്നുള്ളത്. പക്ഷേ ഇവിടെ നോക്കിയേ, ഭഗവാന് ഭക്തരുടെ സേവ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം തോറ്റു കൊടുത്തിട്ട് ശ്രീരാമനെ എടുത്തിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആ പോയിന്റിലേക്ക് പോയി. അതാണ് നമുക്ക് നാരായണീയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുള്ളതാണ്. പക്ഷെ വെറുതെ നമ്മൾ പഠിച്ചു പോയിട്ട് കാര്യമില്ല. ആ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ അത് പകർത്താൻ വേണ്ടി ശ്രമിക്കണം. അതായത് നമുക്ക് സ്വയം ഓട്ടോമാറ്റിക് നമുക്ക് താഴ്മ വരും എന്നുള്ളതാണ്. താഴ്മയിൽ നമ്മൾ മുന്നോട്ട് പോകണം. ഇവിടെ ഭഗവാൻ നമുക്ക് ഓരോ സ്റ്റെപ്പിലും കാണിച്ചു തരുന്നു ഓരോന്നും. എന്നിട്ട് ബഹുബഹ ഏവം ബഹുഷുഭിഭൂമൻ ബാലേ ശിവത്സ്വാക്യമനീഷു രാമവിജത പ്രലംബോ ജകാരദൂരതോ ഭീത്യ ഏവം ബഹുഷുഭിഭൂമൻ ബാലേ ശിവത്സ്വാക്യമനീഷു രാമവിജിത പ്രലംബോ ജകാരദം ദൂരതോ ഭവത്ഭീത്യ ഏവം ബഹുഷുഭിഭൂമന് ബാലേ ശിവത്സ്വാക്യമാനേഷു രാമവിജിത പ്രലംബോ ജകാരദം ദൂരതോ ഭവത്ഭീത്യ ഏവം ബഹുഷുഭിഭൂമന് ബാലേ ശിവത്സ്വാക്യമാനേഷു രാമവിജിത പ്രലംബോ ജകാരദം ദൂരതോ ഭവത്ഭീത്യ ഏവം ബഹുഷുഭിഭൂമന് ബാലേ ശിവത്സ്വാക്യമാനേഷു രാമവിജിത പ്രലംബോ ജകാ ദൂരതോ ഭവത്ഭീത്യ. അയച്ചോളൂ.
ഹരേ കൃഷ്ണ. ഏവം ബഹുഷു ബിഭൂമൻ ബാലേഷു ബഹത്സു ബാഹ്യമാനേഷു രാമവിജിത പ്രലംബോ ജഹാരത്തം ദൂരതോ ഭഗവത്ഭീത്യാ. ഭവദ്ഭീത്യാ ഭവദ്ഭീത്യാ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഏവം ബഹുഷു പകൽസു ബഹൂമൻ ബാഹ്യമനേഷു രാമവിജിതം പ്രലംബോ ജാഗാരതം ദൂരതോ ഭവദ്ഭിത്യാ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഏവം ഹരേ കൃഷ്ണ ബഹുഷു മാതാജി. വിഭൂമൻ ബാലേഷു വഹസോ ബാഹ്യമനേഷു രാമവിജിതാ പ്രലംബോ ജാഹരതം ദുരിതോ ഭവദ്ഭീത്യ. ഹരേ കൃഷ്ണ മാതാജി. ദൂരതോ ദൂരതോ ദുരിതമല്ല കേട്ടോ, ദൂരതോ ഭവദ്ഭീത്യാ. ദൂരതോ ഭവദ്ഭീത്യ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. മാതാജി. ഓം നമോ വായിച്ചോ. ഭഗവതേ വാസുദേവായ. ഏവം ബഹുഷു ബഭൂവൻ ബാലേഷു വസ്തു വാക്യമാനേഷു രാമവിജിതാ പ്രലംബോ ജഹാരതം ദൂരതോ ഭവൽഭിത്യാ. ഹരേ കൃഷ്ണ. ഹരേ വായിച്ചോ. മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവം ബഹൂഷു വിഭൂമാൻ ബാലേഷു വഹർസു ബാഹ്യമാനേഷു രാമവിജിതാ പ്രബലംഭോ ജാഹരാഥം ദൂരതോ ഭവത്യാ. ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രവചിയുടെ വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവം ബഹുഷു വിഭൂമാൻ ബാലേഷു വകൽസു വാക്യമാനേഷു രാമവിജിതാ പ്രലംബോ ജഹാരത്തം ദുരതോ ഭവത്ഭീത്യാ. ഹരേ കൃഷ്ണ. ഏവം ബഹുഷു മോനെ ബാലേഷു പകർഷു ഭാഗ്യമാനേഷു, അങ്ങനെ ഒരുപാട് പിള്ളേർ അങ്ങോട്ട് തോറ്റവര് ജയിച്ചവരെ എടുത്തുകൊണ്ട് അവിടെ പോയി. അങ്ങനെ ഒരുപാട് പേര് കഴിഞ്ഞപ്പം പിന്നെ ആര് വന്നു? രാമവിജിത പ്രലംബം. പ്രലംബന് ശ്രീ ബലരാമനും വന്നു. അങ്ങനെ രാമൻ എന്ത് ചെയ്തു? ജഹാരതൻ ദൂരതോ ഭവത്ഭീത്യ. രാമൻ ജയിച്ചു, വിജിത. രാമൻ ജയിച്ചു, പ്രലംബൻ തോറ്റു. അന്നേരം പ്രലംബന്റെ ഡ്യൂട്ടിയാ രാമനെ എടുത്ത് അവിടെ ആ പോയിന്റിൽ കൊണ്ടുപോകാന്നുള്ളത്. അന്നേരം ഇവിടെ എങ്ങനെയാ പ്രലംബന് ഇന്നലെ ഞാൻ പറഞ്ഞു ഉള്ളില് പേടിയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അസുരന്മാരും വന്നിട്ട് തിരിച്ചു പോയിട്ടേ ഇല്ല. അന്നേരം എനിക്കും ആ സ്ഥിതി ആവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? ബലരാമനെ എടുത്തിട്ട് വളരെ ദൂരം പോയി എന്നുള്ളതാണ്. ഭഗവാനെ പേടിച്ച് ഭവത്ഭീത്യ, അങ്ങയെ പേടിച്ചിട്ട് ജഹാരതം ദൂരതോ, ബലരാമനെ എടുത്തുകൊണ്ട് വളരെ ദൂരം പോയി. ആ പോയിന്റിലല്ല അത് കഴിഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലരാമനെ കൊല്ലാൻ വേണ്ടിയിട്ടായി കൊണ്ടുപോകുന്നത്, അല്ലാതെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ല കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ ആ ഭീതിയിൽ അവന് ഒരുപാട് ദൂരെ കൊണ്ടുപോയി. തദ്ദൂരം ഗമയന്തം ദിഷ്ടാഹലിനി വിഹിത ഗരിമവരെ ദൈത്യാസ്വരൂപമാകാ എതിരുവാസകി ബാലോഭേ ചകിതോ ഭൂത്. തദ്ദൂരം ഗമയന്തം ദൃഷ്ടാഹലിനി വിഹിത ഗരി അവരെ ദൈത്യാസ്വരൂപമാകാത് എതിരൂപാസകി ബലോഭി ചകിതോ ഭൂത്. ത്വദ്ദൂരംഗമയന്തം ത്വദ്ദൂരംഗമയന്തതാം ദിഷ്ടാഹലിനി വിഗിതഗരിമവരെ ദൈത്യാസ്വരൂപമാകാതെ യത്രൂപാസകി ബലോഭി ചകിതോ ഭൂത്. ത്വദ്ദൂരം ഗമയന്തതം ദൃഷ്ടാഹലിനി വിഗിതഗരി അവരെ ദൈത്യാസ്വരൂപമാകാതെ യദ്രുപാസകി ബലോഭി ചകിതോ ഭൂത്. ചകിതോ ഭൂത്. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. തത്പൂരന്തം തം ദൃഷ്ടാഹലിനി വിഹിതഗിരി മഫരെ ദൈത്യസ്വരൂപമാകാ യദ്രൂപാത് സഹി ബലോ അപി ചകിതോ അഭൂത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ത്വദ്ദൂരംഗമയന്തം തം ദൃഷ്ട്വാ ഹലീനി വിഹിതാഗരീയപരെ ദൈത്യാസ്വരൂപമാകാ ദൃദ്രൂപാ സഹി ബലേ ചകിതേ ഭൂത്. ഹരേ കൃഷ്ണ മാതാജി. ഒന്നുകൂടെ ലാസ്റ്റ് ലൈൻ ഒന്നുകൂടെ വായിച്ചേ. ദ്രദ്രൂപാത് ഒരുമിച്ച് വായിരേ. ദ്രദ്രൂപ സഹി ബലേ അഭി ചകിതോ ഭൂത്. നൈ ബലോഭി ചകിതോ ഭൂത് ഒരുമിച്ച് അങ്ങ് എടുക്ക. അതുകൊണ്ട് ആ ട്യൂണ് കിട്ടാതെ യദ്രൂപ സഹി ബലോഭി ചകിതോ ഭൂത്. യദ്രൂപ സഹി ബലോഭി ചകിതോ ഭൂത്. ദ്രൂപ സഹി ബലോ അഭി ചകിതോ ഭൂത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. തദ്ദൂരംഗമേന്തതം ദിഷ്ടാഹലിനി വിഗിത ഗരിമവരെ ദൈത്യസ്വരൂപമാകാതെ
യദ്രൂപാത് സഖി ബലോപി ചകിതോ ഭൂത്. വായിച്ചോളൂ. ആരാ വായിച്ചായിരുന്നു ഇപ്പൊ? തദ്ദൂരം ഗമയന്തം തം ദുഷ്ടാ ഹലിനി വിജിതകരി അവരേ ദൈത്യ സ്വരൂപമാകാതെ തദ്രൂപാൽ സഹിബലോ അഭി ചകിതോ ഭൂത്. ഹരേ കൃഷ്ണ മാതാജി. ഒരു പ്രവചി വായിച്ചോളൂ. ഇനി ഒരു പ്രവചി വായിക്കിനി. ഹരേ കൃഷ്ണ മാതാജി. ത്വദ്ദൂരം ഗമയന്തം തം ദൃഷ്ട്വാ ഹലിനി വിഹിതഗിരിമപരേ ദൈത്യസ്വരൂപമഗാത് യദ്രൂപാത് സഹി ബലോപി ചകിതോ ഭൂത്. തദ്ദൂരം ഗമയന്തത. എന്നിട്ട് അങ്ങനെ ഭഗവാനെ ബലരാമനെ എടുത്തോട്ട് ദൂരം പോകുന്നില്ല. അന്നേരം ദുഷ്ടാഹലി വിഹിതഗിരിം അവരെ ഭഗവാൻ ബലരാമനൊന്ന് നോക്കി, കൃഷ്ണനെ നോക്കി. കൃഷ്ണന് കണ്ണ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ബലരാമൻ എന്ത് ചെയ്തു? ദൈത്യസ്വരൂപമാകാതെ എന്നിട്ട് തന്റെ ഭാരം അങ്ങ് കൂട്ടിയ സമയത്ത് എന്തായി? അവന്റെ യഥാർത്ഥ രൂപം കാണിക്കുന്നു. പ്രലംബൻ അസുരനില്ലേ, യഥാർത്ഥ രൂപം കാണിക്കും. ദ്രുവാസഹി ബലോപി ചകിതോ ഭൂത്. അവന്റെ ആ യഥാർത്ഥ രൂപം കണ്ടിട്ട് ബലരാമൻ പോലും പേടിച്ചു പോയി എന്നുള്ളതാ. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം അവനെ എന്താ പ്രലംബൻ ബലരാമനെ എടുത്തോട്ട് പോകുന്നു. ബലരാമനെ ആ പോയിന്റിൽ നിന്ന് കുറെ ദൂരം കൊണ്ടുപോയി. അങ്ങനെ ബലരാമൻ മനസ്സിലായി കഴിഞ്ഞു എന്തോ ഇവന് പ്രലംബൻ അസുര. നേരത്തെ അറിയാമല്ലോ, ഭഗവാനും കൃഷ്ണനും ബലരാമനും കൃഷ്ണനും അറിയാം. എന്ത് ചെയ്തു? കൃഷ്ണനോട് ഒന്ന് നോക്കി കഴിയുന്ന സമയത്ത് ഭഗവാൻ കാണിച്ചു കൊടുത്തു, ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ബലരാമൻ എന്ത് ചെയ്തു? തന്റെ ഭാരം കൂട്ടുന്നു. ഭാരം കൂട്ടിയ സമയത്ത് ഇവനും അവന്റെ ആസുരൻ, സ്വയം അസുരനാണല്ലോ. ഇവൻ ഇപ്പൊ ഗോപക്കുട്ടിയുടെ കൂട്ടല്ലേ വന്നിരിക്കുന്നത്. എന്നിട്ട് സ്വയം അസുരനായിട്ട് കാണുന്നു. ഉച്ചതയാ ദൈത്യതനോ അതന്നെ ത്വന്മുഖമാലോക്യ ദൂരദൂരാമ വിഗത ഭയോ ദൃഢമുഷ്ട്യാ പൃശ്യാദുഷ്ടം സപതി പിഷ്ടപാനീന. ഉച്ചതയാ ദൈത്യതനോ ത്വന്മുഖമാലോക്യ ദൂരദൂരാമഃ വിഗത ഭയോ ദൃഢമുഷ്ട്യാ പൃശ്യദുഷ്ടം സപതി പിഷ്ടപാനീന. ഉച്ചതയാ ദൈത്യതനോ ത്വന്മുഖമാലോക്യ ദൂരദൂരാമഃ വിഗത ഭയോ ദൃഢമുഷ്ട്യാ പൃശ്യദുഷ്ടം സപതി പിഷ്ടപാനീന. ഉച്ചതയാ ദൈത്യതനോ ത്വന്മുഖമാലോക്യ ദൂരദൂരാമഃ വിഗത ഭയോ ദൃഢമുഷ്ട്യാ പൃശ്യദുഷ്ടം സപതി പിഷ്ടപാനീന. ഉച്ചതയാ ദൈത്യതനോ ത്വന്മുഖ ആലോക്യ ദൂരദൂരാമ വിഗത ഭയോ ദൃഢമുഷ്ട്യാ പൃഷദുഷ്ടം സവതി വിഷ്ടവാനീനം. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഉച്ചതയ ദൈത്യതനു ത്വന്മുഖമാലോക്യ ദൂരദോ രാമ വിഗതഭയോ ദൃഷ്ട മുഷ്ട്യാം ദൃശ്യദുഷ്ടം സപതി പിഷ്ടബാനേന. ഉച്ചതയാ ദൈത്യതനു ത്വന്മുഖമാലോക്യ ദൂരദോ ദൃശ്യദുഷ്ടം സപതി പിഷ്ടവാനേനം. ഹരേ കൃഷ്ണ. നിങ്ങൾ ആരോ വായിക്കുന്നുണ്ടായിരുന്നു അതിന് മുമ്പിട്ട്, അത് കേട്ടില്ലായിരുന്നോ? അങ്ങനെ എടുത്ത് വായിക്കരുത് കേട്ടോ. അവരെ കവർ ചെയ്തിട്ട് വായിക്കരുത്. അവരങ്ങനെ വായിക്കുവാണെന്നുണ്ടെങ്കിൽ അവര് വായിച്ചോട്ടെ, പിന്നെ നമുക്ക് വായിക്കണം, വെയിറ്റ് ചെയ്യണം. വായിച്ചോളൂ. ആദ്യം വായിച്ചാൽ വായിച്ചോളൂ. ദൈത്യതനോ ത്വന്മുഖമാലോക്യ ദൂരദോ രാമ വിഗത ഭയോ ദൃഢമുഷ്ട്യാ പൃഷ്ടദുഷ്ടം സപതി പിഷ്ടവാനേനം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉച്ചതയാ ദൈത്യധനോ തന്മുഖം ആലോക്യ ദൂരദോ രാമ വിഗത ഭയോ ദൃഢമുഷ്ട്യാ പൃശ്യദുഷ്ടം സപതി പിഷ്ടവാനേനം. ഹരേ കൃഷ്ണ. വായിക്കാത്ത ആൾക്കാർ വായിച്ചോളൂ കേട്ടോ. ഇനി ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉച്ചതയ ദൈത്യതനോ ത്വന്മുഖമാലോക്യ ദുരദോ രാമ വിഗത ഭയോ ദൃഢമുഷ്ട്യാ ദൃശ്യദൃഷ്ടം സപതി പൃഷ്ടവാനീനം. ഹരേ കൃഷ്ണ. ഉച്ചതയാ ദൈത്യതനോ ഒരു പ്രവചിയുടെ വായിച്ചോളൂ. പ്രവചി വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉച്ചതയാ ദൈത്യതനോ തന്മുഖം ആലോക്യ ദൂരദോ രാമഃ വിഗത ഭയോ ദൃഢമുഷ്ട്യാ പൃഷ്ടദുഷ്ടം സപതി പിഷ്ടവാനേനം.
അന്നേരം ഉച്ചതയെ ദൈത്യത്തിനോ ദൈത്യന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈത്യന്റെ രൂപം എടുത്തപ്പോഴേ അസുരന്റെ രൂപം എടുത്തപ്പോഴത്തേക്ക് ഭയങ്കര ഇതിലല്ലേ. ഇങ്ങനെ ആദ്യം ബലരാമന് പോലും ഒരു ശകലം പേടിയുണ്ടായി എന്നുള്ളതാ. എന്നിട്ട് കൃഷ്ണനെ നോക്കുന്ന സമയം കൃഷ്ണൻ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് എന്ത് ചെയ്തു? തൊന്മുഖം ആലോക്യ ദൂരതോ രാമൻ ചെന്നിട്ട് ഭഗവാന്റെ തൊന്മുഖം ആലോക്യം എന്നിട്ട് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി പേടിച്ചിട്ട് അരെ വിഹിതഭയോ ദൃഢമുഷ്ടിയ കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? തന്റെ കൈ കൊണ്ട് ഒരു ഇടി ദൃഢമുഷ്ടിയ പ്രസദിഷ്ടം സവതി പിഷ്ടവാനേന് നല്ലതുപോലെ ബലരാമന് ഒരു മുഷ്ടി ഉരുട്ടി ഒരു ഇടി അവന് കൊടുത്തപ്പോഴത്തേക്ക് അവന് ഷൂ ആയി കഴിഞ്ഞു. അവന് മരിച്ചു വീണു. ഹത്യാദാനവീരം പ്രാപ്തം ബാലമാലിലിംഗത പ്രേമണ താവൻ മിലുതോരുഭയോ ശിരസി കൃത പുഷ്പവിഷ്ടീരമരകണൈഹി. ഹത്യാദാനവീരം പ്രാപ്തം ബാലം മാലിലിംഗിത പ്രേംണ താവമിലിതോരുഭയോ ശിരസി കൃത പുഷ്പവിഷ്ടീരമരകണൈഹി. ഹത്യാദാനവീരം പ്രാപ്തം ബാലമാലിലിംഗിത മിലോദരോഭയോ ശിരസി കൃത പുഷ്പവിഷ്ടീരമരഗണേ. ഹത്യാദാനവീര്യം പ്രാപ്തം ബാലമാലിലിംഗിത പ്രേംണ താവന്മിലോദോരുഭയോ ശിരസി കൃത പുഷ്പവിഷ്ടീരമരഗണേ. ഹത്യാദാനവീര്യം പ്രാപ്തം ബാലമിലിംഗിത പ്രേംണ താവന്മിലോദരോഭയോ ശിരസി കൃത പുഷ്പവിഷ്ടീര് അമരഗണി. പുഷ്പവിഷ്ടീര് അമരഗണി എന്ന് പറഞ്ഞാൽ ദേവന്മാര് പുഷ്പവിഷ്ടി ചെയ്യുന്ന എന്റെ അർത്ഥം. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹത്വാ ദാനവീരം പ്രാപ്തം ബലബാലിലിംഗിത പ്രേമണ താവൻ മിലതോരുഭയോ ശിരസി വൃഷ്ടി അമര രംഗണേ. അമരഗണേ. ഹരേ കൃഷ്ണ മാതാജി. ഹത്വാദാനവീരം പ്രാപ്തം ബലമാലിലിംഗിത പ്രേംണ താവമിളതോർയുവയോ ശിരസീകൃത പുഷ്പവൃഷ്ടീര അമരഗണേ. ഹരേ കൃഷ്ണ മാതാജി. വായിക്കാത്തവര് വായിച്ചോളൂ. വായിക്കാത്തവര് വായിക്കേ. ലിംഗിത പ്രേമേണ താവമിളേതുര്യവയോ ശിരസി കൃത പുഷ്പവൃഷ്ടി അമരഗണൈ. ഹരേ ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹത്വാ ദാനവീരം പ്രാപ്തം ബലമാലിലിംഗിത പ്രേംണ താവമിളതോർയുവയോ ശിരസി കൃത പുഷ്പവിഷ്ടീരമരഗണൈ. ഹരേ കൃഷ്ണ മാതാജി. ഇനി ഒരു പ്രവചി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹത്വാദാനവീരം പ്രാപ്തം ബലമാലിലിംഗിത പ്രേംണാം താവന്മിളതോരുഭയോ ശിരസി കൃത പുഷ്പവൃഷ്ടിരമരഗണൈ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹത്യാദാനവീരം പ്രാപ്തം ബാലമാലിലിംഗിത പ്രേംണ താവന്മിലോദരോഭയോ ശിരസി കൃത പുഷ്പവിഷ്ടീരമരഗണേ. അങ്ങനെ ആ പ്രലംബാസുരനെ കൊന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ ദാനവീരം പ്രാപ്തമേ ഹത്യ ചെയ്തു. ദാനവരെ ഹത്യ ചെയ്തിട്ട് പിന്നെയോ പ്രാപ്തം ബാലമിലിംഗിത പ്രേംണ പരമാസുരനെ കൊന്നിട്ട് ബലരാമസ്വാമി വരുന്ന സമയത്ത് ഭഗവാൻ ഓടി ചെന്നിട്ട് സ്നേഹപൂർവ്വം കെട്ടിപ്പിടിച്ചു എന്നുള്ളത്. താവൽമിലോരുഭയോ ശിരസികൃത രണ്ടുപേരും ഒരുമിച്ചായ സമയത്ത് എന്ത് ചെയ്തു? അമരകള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാര് അവരുടെ ശിരസില് പുഷ്പവിഷ്ടി ചെയ്തു. ഏത് നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും നമുക്കായി കഴിഞ്ഞാലും സന്തോഷം വന്നിട്ട് നമ്മൾ ഇവിടൊക്കെ ഉള്ളതേ ഉള്ളു. പുഷ്പവൃഷ്ടിയൊന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല ഞാനധികം. എന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ പുഷ്പവൃഷ്ടി അവരിൽ അങ്ങനെ നല്ല കാര്യം ചെയ്തിട്ട് ആര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പുഷ്പവൃഷ്ടി എന്നിട്ട് മാല ഇടുമെന്നുള്ളതാണ്. അമരയാണോ? അമര പുഷ്പവിഷ്ടീര് അമരഗണി. പുഷ്പവിഷ്ടീര് അമരഗണി എന്ന് കഴിഞ്ഞാൽ അമരന്മാരാരാ? ദേവന്മാര്. ദേവഗണകള് എന്ത് ചെയ്തു? പുഷ്പവിഷ്ടി ചെയ്തു ശിരസില്. അതായി പറയുന്നത്. ആലംബോ ഭുവനാനാം പ്രാലംബനിധനമേവ മഹാരജൻ കാലംബികായ സദ്യോ ലോലംബരുജേ ഹരേ ഹരേ ക്ലേശാന്. ആലംബോ ഭുവനാനാം പ്രാലംബനിധനമേവ മഹാരജൻ
കാലം വികായ സത്യോ ലോലംബരുജേ ഹരേ ഹരേ ക്ലേശാന് ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവ മാരജയൻ കാലം വികായ സദ്യോ ലോലംബരുജേ ഹരേ ഹരേ ക്ലേശാൻ ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവ മാരജയൻ കാലം വികായ സദ്യോ ലോലംബരുജേ ഹരേ ഹരേ ക്ലേശാന് ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവ മാരജയൻ കാലം വികായ സദ്യോ ലോലംബരുജേ ഹരേ ഹരേ ക്ലേശാന്. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കാത്തവര് വായിക്കണേ. മാരജയൻ കാലം വിഹായ സദ്യോ ലോലംബാരുജേ ഹരേ ഹരേ ക്ലേശാൽ. ഹരേ കൃഷ്ണ മാതാജി. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവ മാരജയൻ കാലം വിഹായ സദ്യോ ലോലംബരുജേ ഹരേ ഹരേ ക്ലേശാൻ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവ മാരജയൻ ഹരേ ഹരേ ക്ലേശാൻ. ഹരേ കൃഷ്ണ മാതാജി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരൂടെ ഒരുമിച്ച് വരണ്ട, ഒരാള് മാറി അന്നേരം. ഇപ്പൊ അങ്ങനെ മാറി. മാറി ആള് തന്നെ വായിച്ചോളൂ. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവ ആചരയൻ കാലം വിഹായ സദ്യോ ലോലംബരുജേ ഹരേ ക്ലേശാൻ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ ക്ലേശാൻ. ഗുഡ്. ഹരേ കൃഷ്ണ മാതാജി. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവ ആരജയൻ കാലം വിഹായ സദ്യോ ലോലംബരുജേ ഹരേ ഹരേ ക്ലേശാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. വായിക്കാത്തവര് വായിച്ചോളൂ. മാളത്തിൽ നിന്ന് ഇറങ്ങി വാ. ഹരേ കൃഷ്ണ. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവ മാരജയൻ കാലം വിഹായ സദ്യോ ലോലംബരുജേ ഹരേ ഹരേ ക്ലേശാൻ. ഹരേ കൃഷ്ണ. ഇനി ആരെങ്കിലും വായിക്കണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവമാചരാൻ കാലം വിഹായ സദ്യോ ലോലാംബ രുജേ ഹരേ ഹരേ ക്ലേശാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ആരെങ്കിലും ഉണ്ടോ വായിക്കാന്? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവ. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവ മാരജയൻ കാലം വിഹായ സദ്യോ ലോലംബരുജേ ഹരേ ഹരേ ക്ലേശാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുനിൽ വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. വായിരേ. ആലംബോ ഭുവനാനാം പ്രാലംബം നിയതമേവ മാരജയൻ കാലം വിഹായ സദ്യോ ലോലംബരുജേ ഹരേ ഹരേ ക്ലേശാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുനിൽ വായിച്ചോളൂ ഇനി. ഹരേ കൃഷ്ണ മാതാജി. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവ മാരജയൻ കാലം വിഹായ സദ്യോ ലോലംബരുജേ ഹരേ ഹരേ ക്ലേശാൻ. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദശകം അവസാനിച്ചു. ആലംബോ ഭുവനാനാം, എല്ലാ ഭുവനത്തിന്റെ ആലംബമായിട്ടുള്ള ആ ഭഗവാനെ എന്താ പ്രാലംബം നിധനമേവ മാരജയൻ, ലോകങ്ങൾക്കെല്ലാം ആലംബമായിട്ടുള്ള ആ ഭഗവാനെ എന്താ ചെയ്യേണ്ടത്? പ്രലംബനെയൊക്കെ കൊന്നില്ലേ? പ്രലംബനെ വധം വേണ്ടുന്നതുപോലെ നിർവഹിച്ചത് ഭഗവാനല്ല അവിടെ നിർവഹിച്ചിരിക്കുന്നത്, ബലരാമ സ്വാമി നിർവഹിച്ചത്. അന്നേരം ഭഗവാന് അന്നേരം ഇവിടെ എന്താ പട്ടതിരിപ്പാട് പറയുന്നത്, ഭുവനത്തിന്റെ എല്ലാം ആരംഭമായിട്ടുള്ള ആ പ്രലംബനെ തന്നെയാണെങ്കിൽ വേണ്ടുന്നത് പോലെയാണ് അവനെ കൊന്നിരിക്കുന്നത്. മീൻസ് എന്താ, വേണ്ട ആളെ കൊണ്ട് തന്നെയാണ് അവനെ കൊല്ലിപ്പിച്ചത്. അങ്ങനെയുള്ള ആ ഭഗവാനെ കാലം വികായ സദ്യോ, കാലം കാത്തിരിക്കാതെ എന്ത് ചെയ്യണം? സദ്യോ ലോലംബരുജേ ഹരേ ഹരേ ക്ലേശ. ഭഗവാനെ എന്റെ രോഗം കൂടി എന്താ ചെയ്യേണ്ടത്? എന്റെ ക്ലേശങ്ങളെ കൂടി വേഗത്തിൽ തീർത്തു തരണേ. ഭുവനത്തിനെല്ലാം ആലംബമായിട്ടുള്ള ഭഗവാനെ, ആ പ്രലംബനെ അങ്ങ് എങ്ങനെയാണ് വധിച്ചത് നോക്കൂ. വേണ്ടുന്നത് പോലെ, വേണ്ടുന്ന സമയത്ത് വേണ്ടുന്നത് പോലെ അങ്ങ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു.
ഭഗവാനെ കാലത്തിനെ നോക്കിയിരിക്കാതെ എന്റെ ഈ ക്ലേശങ്ങളെയും കൂടി മാറ്റിത്തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ പട്ടതിരിപ്പാട് ചെയ്യുന്നത്. ഭഗവാന്റെ അടുത്ത് ശ്രീ ഗുരുവായൂരപ്പന്റെ അടുത്ത് പട്ടതിരിപ്പാട് പ്രാർത്ഥന ചെയ്യുന്നത് എന്താ? കാലത്തെ നോക്കിയിരിക്കാതെ എന്റെ ഈ ക്ലേശങ്ങളെയും കൂടി അങ്ങ് മാറ്റിത്തരണേ. എല്ലാ ഭുവനത്തിന്റെയും എല്ലാ ലോകത്തിന്റെയും ആധാരമായിട്ടുള്ള ആശ്രയമായിട്ടുള്ള അങ്ങ് എന്റെയും കൂടി ലോകം തീർത്തു തരണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥന അവിടെ പട്ടതിരിപ്പാട് ചെയ്യുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ നമുക്കും നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം സാധിച്ചു തരണമേ എന്നുള്ള അപേക്ഷയോടുകൂടി ശ്രീ ഗുരുവായൂരപ്പന്റെ തൃപാദത്തിൽ നമ്മൾ ഈ ദശകം സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ചോദ്യോത്തര പന്തിയാണ്. ചോദ്യോത്തര പന്തിയിലുള്ള ചോദ്യം ആൻസർ എടുക്കാം. ഹരേ കൃഷ്ണ. എല്ലാരും എടുത്തോ? എടുത്തു മാതാജി. എല്ലാരും ചോറിനും പോയോ? ഇല്ല ഇല്ല ഉണ്ട്. ആരെങ്കിലും ഒക്കെ ഉണ്ടോ? എല്ലാരും എല്ലാരും ഉണ്ടോ? വെരി ഗുഡ്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ രുക്മിയെ കൊന്നത് ആരെന്നുള്ളതല്ലായിരുന്നു? അല്ല, ഭഗവത്ഗീത ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമായ പദങ്ങൾ ഏത്? അത് ശരി. ശരി ശരി. ഭഗവത്ഗീത ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമായ പദങ്ങൾ ഏതൊക്കെയാ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്ര. ധർമ്മത്തിൽ ആരംഭിക്കുന്നു, അവസാനം അറിയത്തില്ല മാതാജി, എനിക്ക് അറിയാൻ മറന്നുപോയി. ധർമ്മം മമ. എന്റെ ധർമ്മം കോമ കൊടുത്തിട്ട് മമ എടുക്ക എഴുതാൻ. ധർമ്മം മമ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ അല്ലെ? അങ്ങനെയാ. ധർമ്മത്തിലാണ് ആരംഭിക്കുന്നത്, മമ എന്നുള്ളതിലാണ് അവസാനിക്കുന്നത്. എന്നിട്ട് രണ്ടാമത്തേത് ത്രിലോകത്തിൽ ആദ്യമുണ്ടായ ഗ്രന്ഥങ്ങള്. ലോകത്തിൽ ആദ്യമുണ്ടായ ഗ്രന്ഥങ്ങള്. ഉണ്ടായ ഗ്രന്ഥം മാത്രമല്ല ഉള്ളു മാതാജി, ഒരു ഗ്രന്ഥം. ഗ്രന്ഥം ഏതാണ്? മഹാഭാരതമാണോ? മഹാഭാരതം. വേദമല്ലേ മാതാജി? വരട്ടെ, ഓരോരുത്തരും ആൻസർ ഇങ്ങോട്ട് വരട്ടെ. മഹാഭാരതം. ഈ മഹാഭാരതം പറഞ്ഞത് ഞാൻ അടിച്ചു പൊട്ടിക്കും. ഞാൻ പറഞ്ഞിട്ടുവാ. അഞ്ചാമത്തെ വേദമായിട്ടായി ഈ അതേ സങ്കല്പിക്കുന്നത്. ഞാൻ എന്റെ തല അറിഞ്ഞ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടുണ്ടെന്നുള്ളതാ. എന്താ വേദം? ആദ്യം ഗ്രന്ഥം ഏതാണ്? വേദമല്ലേ? വേദത്തിൽ നിന്നാണ് 4000 ഋഗ്വേദം. വേദം ഋഗ്വേദം അല്ല. വേദത്തിൽ നിന്നാണ് 4000 പൗത്തത്. വേദത്തിൽ നിന്നാണ് 4 പൗത്തത്. എന്നിട്ട് അത് വേദങ്ങൾ ആർക്കും ഒന്നും മനസ്സിലാവാത്തത് കൊണ്ടാണ് പിന്നെ അത് 4000 പൗത്തിട്ട് 4 ദേശങ്ങളിൽ എല്ലാവരെയും വിട്ടു പഠിപ്പിക്കാൻ പക്ഷെ പറ്റിയില്ല. പിന്നെയാണ് എന്തെങ്കിലും ഉപനിഷത്തുകൾ എഴുതി, എന്നിട്ടും പറ്റിയില്ല. പിന്നെയാണ് പുരാണങ്ങൾ ചമച്ചത്. പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ കഥയിൽ കൂടി കാര്യങ്ങൾ പറയുന്നത്. ഇത് മറക്കരുത് നിങ്ങള്. ആദ്യമുണ്ടായ ഗ്രന്ഥം ഏതാണ്? വേദമാ കേട്ടോ. ഈ മഹാഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദത്തിൽ വരുന്നതേ ഇല്ല. പഞ്ചമവേദം പിന്നെ പറയുന്നുണ്ട്, പക്ഷെ എന്തായാലും വേദത്തിൽ വരുന്നില്ല. ഈ 4 വേദങ്ങളെ അതിൽ വരുന്നുള്ളൂ. ആദ്യത്തെ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ വേദമാ. ഈ വേദത്തിൽ നിന്നാണ്, ഈ വേദത്തിനെയാണ് വിഭജിച്ചത് വേദവ്യാസന്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വേദവ്യാസം എന്നുള്ള പേര് പോലും കിട്ടിയത്. വേദവ്യാസൻ. ഈ ചെടിയെ ഒന്ന് അമർത്തി വെച്ച പോലും. ചെളിയിൽ പതിപ്പിച്ചോന്ന്. വേദം 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 പതിപ്പിച്ചു. ഇനി മറക്കൂല. പറഞ്ഞോണം. ചതുരാശ്രമങ്ങൾ ഏതെല്ലാം? ചതുരാശ്രമം ഏതൊക്കെയാ? ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഗാർഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 25 വയസ്സ് വരെ നമ്മുടെ പഠിത്തത്തിന്റെ ഒക്കെ സമയമാണ് ആ സമയത്ത്. എന്നിട്ട് ബ്രഹ്മചര്യത്തിൽ തന്നെ വിദ്യാഭ്യാസം പോകണമെന്നാ പറയുന്നത്.
പിന്നെ ഗാർഗസ്ഥം എന്ന് പറഞ്ഞാൽ പിന്നെ ഗൃഹസ്ഥരായി, കല്യാണമൊക്കെ കഴിച്ച് ഗൃഹസ്ഥരായി. അത് കഴിഞ്ഞിട്ട് ഒരു പ്രായമായി കഴിയുമ്പം പണ്ടുള്ളവരൊക്കെ 50 വയസ്സാ പറയുന്നത്. 50 വയസ്സിലൊന്നും ഇപ്പൊ വാനപ്രസ്ഥം പറ്റത്തേ ഇല്ലെന്നുള്ള, ഇപ്പൊ 70 വയസ്സെങ്കിലും വേണമെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് പിന്നെ വാനപ്രസ്ഥം, അത് കഴിഞ്ഞിട്ട് സന്യാസം, വാനപ്രസ്ഥം കഴിഞ്ഞിട്ട് പിന്നെ സന്യാസം. മൂങ്ങയുടെ സമയത്ത് ആ സമയത്ത് എല്ലാം ഉപേക്ഷിച്ച് സാക്ഷാൽ ഭഗവാൻ അല്ലാതെ വേറെ ആരുമില്ലെന്നുള്ള ആ ഒരു ഇതില് നമ്മൾ ശരണാഗതിയില് ഭഗവാന്റെ ത്രിപാദ സേവ ചെയ്തിട്ട് ജീവിക്കണം. സന്യാസം. നമ്മളൊക്കെ വാനപ്രസ്ഥവാ മൂളിക്കൊണ്ടിരിക്കുന്നു. കലാഹലം എന്ന വിഷം പുറത്തേക്ക് വിട്ടതാരാണ്? വാസുകി. വാസുകി. കലാകല വിഷം പുറത്തേക്ക് വിട്ടത് വാസുകി. അറിയാമല്ലോ അല്ലേ? അമൃത് കളഞ്ഞപ്പോഴേ ഓർമ്മയില്ലേ? ആ കലാകല വിഷം ആരാ പാനം ചെയ്തത്? പരമശിവൻ. അങ്ങനെ ഗംഗാധരൻ എന്നുള്ള പേര്, അല്ല എന്താ പേര് കിട്ടിയത്? നീലകണ്ഠൻ. കണ്ടത്തില് നീല നിറം വന്നു. ആ വിഷം പാർവതീദേവി താഴോട്ടിറങ്ങാതെ പിടിച്ചു. വിഷ്ണു ചെയ്ത് വായ പൊത്തി ഭൂമി വീഴരുതെന്ന് കരുതി ആ വിഷം അവിടെ ഉറച്ചു. അങ്ങനെയാണ് നീലകണ്ഠൻ എന്നുള്ള പേര് ഭഗവാന് കിട്ടിയത്. അഞ്ചാമത്തെ ഇത് ആരോട് പറഞ്ഞതാണ്? ഏതാണ് എവിടെയാണ് ധർമ്മമുള്ളത് അവിടെ ജയമുണ്ടാകുമെന്ന് ആരോടാ പറഞ്ഞത്? അർജുനോട് പറഞ്ഞു. ഭഗവാൻ അർജുനോട് പറഞ്ഞു. എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. മഹാമഹൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞതായിട്ട്. സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്നതല്ലേ മാതാജി? അങ്ങനല്ലേ? അല്ല, ഇതൊന്നുമല്ല ആൻസർ. എല്ലാവർക്കും തെറ്റി. ഗാന്ധാരി ദുര്യോധനോട് പറയുന്നതാ. ദുര്യോധന അവസാനം ഗാന്ധാരിയിൽ നിന്നിട്ടുണ്ടല്ലോ, ആ അനുഗ്രഹം എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഗാന്ധാരിയാ പറയുന്നത് എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയം ഉണ്ടെന്നുള്ളത്. മകനെ അനുഗ്രഹിക്കുക എന്നുള്ളത് നോക്കൂലോ. അന്നേരം ഗാന്ധാരി പോലും അധർമ്മത്തിന്റെ എന്ന് പറഞ്ഞാൽ മനസ്സാലെ ദുര്യോധനന്റെ കൂടെ അല്ലായിരുന്നു ഗാന്ധാരി. പിന്നെ അമ്മ എന്നുള്ള രീതിയിൽ ഗാന്ധാരി ദുര്യോധന ഇത് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. ഗാന്ധാരി ദുര്യോധനനോട് യഥോ ധർമ്മ തഥോ ജയ, പറഞ്ഞവൻ എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയം ഉണ്ടാവുമെന്ന്. ഗാന്ധാരിയാണ് ദുര്യോധനോട് പറയുന്നത്. ഗാന്ധാരിയാ ദുര്യോധനോട് പറഞ്ഞത്. അതാ പറഞ്ഞത്. എന്റെ കയ്യിൽ താളിയോല ഗ്രന്ഥം ഉണ്ട്. ഇതിൽ നിന്നൊക്കെ പറക്കി എടുക്കുന്നതാ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനുകള്. എന്നിട്ട് ഘോരമായ സപ്തകാളകള് നമ്മെ കെട്ടിയിൽ അവന് പുത്രിയെ നൽകുമെന്ന് പറഞ്ഞ ആരാ? നഗ്നജിത്ത്. ഭഗവാന് കൊടുത്തില്ലേ? കാളയെ ജയിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ച ഒരു 8 പേരിൽ ഒരാളല്ലേ, ധർമ്മപത്നിമാരിൽ ഒരാൾ വരുന്നില്ലേ നഗ്നജിത്ത്. 7-ാമത്തെ 16,000 കന്യകമാരെ ജയിലിൽ അടച്ച അസുരന്റെ പേര് പേര് ഏതാണ്? നരകാസുരന്. എല്ലാരും എഴുതുന്നുണ്ടോ? എഴുതിക്കഴിഞ്ഞാൽ ഒന്നൊന്ന് പറഞ്ഞേക്ക്. നഗ്നജിത്ത്. നമുക്ക് പഠിക്കാൻ എഴുതോട്ടെ മുന്നോട്ട്. നാഗാനജിത്ത്. നഗ്നജിത്ത്. ഞാൻ 6-ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞു. 7-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നരകാസുരന്. 16,000 കന്യകമാരെ ജയിലിൽ അടച്ച അസുരന്റെ പേര് നരകാസുരന്. ഇനി 8-ാമത്തെ ക്വസ്റ്റ്യൻ, നരകാസുരൻ ഏത് രാജ്യമാണ് ഭരിച്ചത്? 8-ാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റാ, പറഞ്ഞോളൂ. പ്രാഗ്ജ്യോതിഷം. നരകാസുരന്റെ രാജ്യത്തിന്റെ പേരാണ് പ്രാഗ്ജ്യോതിഷം. പ്രാഗ്ജ്യോതിഷം. ജ്യോതിഷം. ജ്യോതിഷം. പ്രാഗ്ജ്യോതിഷം. ഇനി 9-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ദ്രന്റെ ഭാര്യയുടെ പേരെന്തുവാ? ഇന്ദ്രാണി ഉണ്ട്. വേറെ ഒരു പേരൂടെ ഉണ്ട് അവർക്ക്.
സജിദേവി. സജിദേവി. എഴുതിയോ? എഴുതി മാതാജി. രുക്മിയുടെ മകളുടെ പേര് അതറിയത്തില്ല. അതും അറിയത്തില്ല. ഈ രുക്മി എന്ന് പറഞ്ഞ ആരാന്നറിയാമോ? രുക്മിണിയുടെ സഹോദരനാണ് രുക്മി. അതായത് രുക്മിയുടെ മകളുടെ പേരാണ് രുക്മാവതി. പ്രത്യുമ്നന്റെ ഭാര്യയാണ് ഇവര്. രുക്മാവതി. എഴുതിയോ? ഡേറ്റ് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ എഴുതണേ. എന്നിട്ട് ഇന്നത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ക്വസ്റ്റ്യൻ നമ്പർ 1, രുക്മിയെ കൊന്നത് ആര്? രുക്മിയെ കൊന്നത് ആര്? രണ്ട്, ഉഷയുടെ സഖി. ബാണാസുരന്റെ മകളാണ് ഉഷ. ഉഷയുടെ സഖി. കേട്ടില്ല, ഒന്നുകൂടെ പറയൂ. അതാരാ പറഞ്ഞേ? ഉഷയുടെ സഖി. ഉഷയുടെ സഖി. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇപ്പൊ ആൻസർ പറയരുത്, ഇത് നാളത്തേക്കാണ്. നാളെ മീൻസ് നെക്സ്റ്റ് വർക്കിംഗ് ക്ലാസ്. മഹാബലിയുടെ പുത്രന്റെ പേര്. മഹാബലിയുടെ പുത്രന്റെ പേര്. എഴുതിയോ? മഹാബലിയുടെ പുത്രന്റെ പേര്. നാലാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയോ? ക്വസ്റ്റ്യൻ നമ്പർ 4. ഹരിഹരാത്മജൻ ആര്? ഹരിഹരാത്മജൻ അതൊക്കെ അറിയാവുന്നതാണ്. എന്നാലും ഹരിയുടെയും ഹരന്റെയും പുത്രന് ആത്മജൻ ആര്? ക്വസ്റ്റ്യൻ നമ്പർ 5. കുംഭാണ്ഡപുത്രി ആര്? കുംഭാണ്ഡപുത്രി ആര്? മാതാജി ആ ക്വസ്റ്റ്യൻ പറയോ? ഏത് ക്വസ്റ്റ്യൻ പറയണം?